ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഒരു തുണിക്കടയിൽ ജോലിക്ക് നിന്നിരുന്ന വിദ്യാസമ്പന്നനായ ആ യുവാവിന് പെട്ടെന്നൊരാഗ്രഹം തോന്നി. UPSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, ഒരു IAS കാരനായി മാറണമെന്ന്. ആ ഒരു ആവേശത്തിൽ പഠിക്കുവാനുള്ള കുറെ പുസ്തകങ്ങളൊക്കെ അവൻ വാങ്ങി. തന്റെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന കുറെ YouTube ചാനലുകളും അവൻ സബ്സ്ക്രൈബ് ചെയ്തു. പഠിക്കാനുള്ള സൗകര്യത്തിന് അവന്റെ താമസം അടുത്ത പട്ടണത്തിലേക്ക് മാറ്റുകയും UPSC നേടാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അവന്റെ വീട്ടുകാരോടും കൂട്ടുകാരോടും ബന്ധുക്കളോടുമെല്ലാം അവൻ പറഞ്ഞു, ഇനി എന്നെ കുറെ നാളത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്, കാരണം ഞാനൊരു IAS കാരനാകാനുള്ള പഠിത്തത്തിലാണെന്ന്. UPSC എക്സാമിന് 10 മാസം ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ അവൻ പഠനം ആരംഭിച്ചു. ആദ്യ മാസത്തിൽ അവൻ വളരെ നന്നായി പഠിച്ചു. കംപ്ലീറ്റ് ആക്കേണ്ട ടോപ്പിക്സ് എല്ലാം കറക്റ്റ് ടൈമിൽ അവൻ പൂർത്തിയാക്കി. ആ ദിവസങ്ങളിൽ അവൻ ഒരു ദിവസം ഉറങ്ങിയിരുന്നത് 4-5 മണിക്കൂറുകൾ മാത്രമായിരുന്നു. പക്ഷേ അവനിലെ മോട്ടിവേഷൻ പതിയെ പതിയെ അവന് നഷ്ടമായി. പിന്നീടുള്ള മാസങ്ങളിൽ ആദ്യത്തെ മാസത്തെ അപേക്ഷിച്ച് കാര്യമായി അവന് പഠിക്കുവാൻ സാധിച്ചില്ല. പഠനം അവന് മടുപ്പായി തുടങ്ങി. പതിയെ അവൻ അവന്റെ പഴയ ആ ബോറിംഗ് സ്കെഡ്യൂളിലേക്ക് എത്തിച്ചേർന്നു. അതിന്റെ ഫലമെന്നോണം UPSC പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. നമുക്ക് ചുറ്റുമുള്ള പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. സുഹൃത്തെ, ലൈഫിൽ മോട്ടിവേഷൻ 1% മാത്രമേ പ്രയോജനം ചെയ്യുന്നുണ്ടാകൂ. ബാക്കി 99% കിടക്കുന്നത് സെൽഫ് ഡിസിപ്ലിനിലാണ്. ആദ്യ ദിവസം കാണിക്കുന്ന സെൽഫ് ഡിസിപ്ലിൻ തുടർന്നുള്ള ദിവസങ്ങളിലും തുടരുന്നവർക്കാണ് വിജയമുണ്ടാകുന്നത്. രാജ്യത്തിന് വേണ്ടി ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത പേപ്പറിൽ കാണുമ്പോൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്, അല്ലേ? പക്ഷേ നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട്. സ്വർണത്തിന്റെ ആ മെഡൽ നേടിയെടുക്കാൻ ബോക്സർ അനുഭവിച്ച ത്യാഗം, അയാൾ വേണ്ടെന്ന് വെച്ച പല സന്തോഷങ്ങളും, കംഫർട്ട് സോണും. ആ ബോക്സർ ആദ്യ ദിവസം മുതൽ അനേക വർഷങ്ങൾ അതേ സ്കെഡ്യൂളാണ് ഫോളോ ചെയ്തത്. ഏതാണോ പലർക്കും ബോറിംഗ് എന്ന് തോന്നിയിരുന്നത്. ബോക്സർ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി പ്രോട്ടീൻ ഫുഡിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു വർഷങ്ങളോളം. തണുപ്പ് സമയങ്ങളിൽ മറ്റുള്ളവർ മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയപ്പോൾ അയാൾ തണുപ്പുകാലമോ ചൂടുകാലമോ വകവയ്ക്കാതെ കഠിനമായ പ്രാക്ടീസിൽ മുഴുകുകയായിരുന്നു. ധാരാളം വിയർപ്പൊഴുക്കുകയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ കരുതുന്നത് ഇയാൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആ ഗോൾഡ് മെഡൽ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അയാൾ കേവലം ആ ഗോൾഡ് മെഡൽ നേടാൻ വേണ്ടിയല്ല ഇത്രയും പരിശ്രമത്തിൽ ഏർപ്പെടുന്നത്. മറിച്ച് സ്വയത്തിനു മുന്നിലും ലോകത്തിനു മുന്നിലും ഒരു കാര്യം സ്പഷ്ടമാക്കാനാണ് ഗോൾഡ് മെഡൽ നേടിയത്. അതെന്താണെന്നോ? ഞാൻ ഒരു സാധാരണ ജീവിതമല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഐ ഡിസർവ് സംതിങ് ബെറ്റർ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട അതേ സമയത്ത് ചെയ്തു തീർക്കാനുള്ള കാര്യക്ഷമത എന്നിലുണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിലും. ഇത്തരത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് നീട്ടി നീട്ടി വെക്കുന്നവരാണ് നമ്മളിൽ പലരും. സുഹൃത്തെ, നിങ്ങൾക്കത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ, അത് എത്ര തന്നെ വിരസമായ കാര്യമാണെങ്കിലും ചെയ്യാനുള്ള സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. ഒരിക്കൽ തീരുമാനമെടുത്താൽ ആ ഡിസിപ്ലിനോടെ അത് ചെയ്ത് തീർത്ത ശേഷം മാത്രമേ വിശ്രമിക്കാവൂ. ആദ്യം നിങ്ങൾ ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ്റെ റൂൾ സെറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ആ സെൽഫ് ഡിസിപ്ലിൻ കാലക്രമേണ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കും. പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ സുഹൃത്ത് ഇപ്പോൾ നിങ്ങളെക്കാൾ വളരെ ബെറ്ററായ പൊസിഷനിലായിരിക്കും. നിങ്ങൾക്കതിൽ അല്പം അസൂയയും തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സുഹൃത്ത് സെറ്റ് ചെയ്തു വെച്ച റൂൾസ് അതേപടി ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ പൊസിഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുക. അയാളുടെ ലൈഫിൽ ആളുകൾ മാറി മാറി വന്നിട്ടുണ്ടാകും. സിറ്റുവേഷൻസ് പലതും മാറിയിട്ടുണ്ടാകും. പക്ഷേ ആളുടെ ഡിസിപ്ലിനിൽ മാറ്റം വന്നിട്ടുണ്ടാകില്ല. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യം സദാ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക എന്നതാണ്.
നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് ആ ലക്ഷ്യത്തെ അൺകണ്ടീഷണലി ഫോളോ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ, രണ്ടാമത്തേത് പശ്ചാത്താപം അല്ലെങ്കിൽ റിഗ്രറ്റ്. ഇൻ കേസ് നിങ്ങളിതിൽ സെൽഫ് ഡിസിപ്ലിനാണ് വാല്യൂ നൽകുന്നതെങ്കിൽ, അഥവാ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലും ഇല്ലെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിനെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരില്ല എന്നുറപ്പാണ്. ഇന്ന് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചു ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഒട്ടും കംഫർട്ടില്ലാതെ തോന്നിയേക്കാം. പക്ഷേ ലൈഫിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല. അതേസമയം നിങ്ങൾ രണ്ടാമത് പറഞ്ഞതാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ജീവിതത്തിൽ കുറ്റബോധം തോന്നുമെന്നത് മാത്രമല്ല, ആ സമയത്ത് ഒന്നും തിരിച്ചു പിടിക്കാനാകാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ചുറ്റുമുള്ളവരെക്കാൾ കഴിവുള്ളവരാകണം എന്ന ധാരണ തെറ്റാണ്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ചുറ്റുമുള്ളവരെക്കാൾ സെൽഫ് ഡിസിപ്ലിൻ ആകണം എന്നതിലാണ് കാര്യം. ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കുന്ന പാഠം സെൽഫ് ഡിസിപ്ലിൻ്റേതാണ്. ഏതൊരു മോശമായ സാഹചര്യത്തിലും ജോലി ചെയ്യാനുള്ള ഡിസിപ്ലിനാണ് അവിടെ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മാത്രമേ ഒരു യുദ്ധത്തിൽ വിജയം നേടാൻ അവർക്കാകൂ. ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ ജീവിതവും ഒരു യുദ്ധമാണ്. ഇവിടെ വെടിയുണ്ടകളുടെയോ രക്തം ചീന്തുന്നതിൻ്റെയോ കാര്യമുണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ തന്നെ പരിതസ്ഥിതികളോടാണ്, മനസ്സിനോടാണ്. യുദ്ധം ഏത് തരത്തിലുള്ളതാണെങ്കിലും യുദ്ധം തന്നെയല്ലേ? ജീവിതമാകുന്ന ഈ യുദ്ധത്തിലെ വിജയി ആകുന്നതിനായി നിങ്ങൾ ആദ്യം നേടിയെടുക്കേണ്ട ആയുധമാണ് സെൽഫ് ഡിസിപ്ലിൻ. ഇനി നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെ ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാമെന്ന്? സ്റ്റെപ്പ് നമ്പർ 1. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഗോൾ സെറ്റിംഗ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നിർവചിക്കുക. സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്? ഏതൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്? അത് സെൽഫ് റെസ്പെക്റ്റ് ആണോ, പണമാണോ, ജോലിയാണോ, അതോ റിലേഷൻഷിപ്പ് ആണോ? എന്ത് തന്നെയാകട്ടെ, ഒരു ലക്ഷ്യം വെക്കുക എന്നതാണ് പ്രധാനം. സ്റ്റെപ്പ് നമ്പർ 2. എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന രീതി മാറ്റി ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുക. ആർക്കും വേണ്ടി, ഒന്നിനും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ ആ നിമിഷം നിങ്ങൾ ആ കാര്യം ചെയ്യുവാൻ ആരംഭിക്കണം. വേറൊന്നിനും വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. ഒരു ഓട്ട മത്സരത്തിൽ തുടക്കത്തിൽ നന്നായി കുതിക്കുന്ന ആൾക്ക് വിജയിയാകാനുള്ള സാധ്യതയും കൂടുതലല്ലേ? അതുപോലെ നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. സ്റ്റെപ്പ് നമ്പർ 3. ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കുക. ഓട്ടമത്സരത്തിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. ഓടുന്ന ആൾക്ക് നിശ്ചയമുണ്ടാകും എൻ്റെ ഡെഡ് ലൈൻ എന്താണെന്ന്. ചിലപ്പോൾ 100 മീറ്റർ ആയിരിക്കും, 500, 1500 ആയിരിക്കും. ആ ഓട്ടക്കാരൻ്റെ തയ്യാറെടുപ്പുകളും മൈൻഡ് സെറ്റും ആ വിധത്തിൽ തയ്യാറായിരിക്കും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനായി. ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ ആ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണം. ഇവിടെ ഓട്ടക്കാരനും ശരീരം വെച്ച് ഓടുന്നതിന് മുന്നേ പലവട്ടം മനസ്സുകൊണ്ട് ഓടിക്കഴിഞ്ഞിട്ടുണ്ടാകും. സോ ഇവിടെയാണ് ഡെഡ് ലൈൻ വെക്കേണ്ടത്. എനിക്ക് ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന്. സ്റ്റെപ്പ് നമ്പർ 4. താങ്കൾ ഓൾറെഡി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കണമെന്നില്ല. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ, കുറേ ഉണ്ടല്ലോ ചെയ്യാൻ, ഇതൊക്കെ എങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ. നിങ്ങളാകെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിലാണ്. ഇന്നത്തെ ദിവസം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ചെറിയൊരു സ്റ്റെപ്പെങ്കിലും എടുത്തോ ഇല്ലയോ? ഇത്തരത്തിലാണ് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതിനടുത്തേക്ക് നിങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ചല്ല, ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയില്ല 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ ദിവസം, ഈ സമയം നമ്മളുണ്ട്. അതുകൊണ്ട് ഈ സമയം സമർത്ഥമായി വിനിയോഗിക്കാം. സ്റ്റെപ്പ് നമ്പർ 5. പുതിയ ശീലങ്ങൾ എത്രയും വേഗം ആരംഭിക്കുക. നിങ്ങളിലെ ചില ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം.
ചിലത് വ്യത്യാസപ്പെടുത്തേണ്ടി വന്നേക്കാം. ചില ശീലങ്ങൾ പുതിയതായി ആരംഭിക്കേണ്ടിയും വന്നേക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുക്കുക. ഈ ദിവസം നിങ്ങളിൽ എന്തൊക്കെ നല്ല ശീലങ്ങളുണ്ട്, അതിനെ കുറച്ചുകൂടി എങ്ങനെ നന്നാക്കാം എന്നെഴുതുക. അതിനുശേഷം നിങ്ങളിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ മോശം ശീലങ്ങളുണ്ട് എന്നെഴുതുക. നിങ്ങൾ ലൈഫിൽ പുതിയതായി കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്നും എഴുതുക. നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മോശമായ ശീലങ്ങൾ ഉപേക്ഷിക്കുകയും നല്ല ശീലങ്ങൾ കൊണ്ടുവരികയും വേണം. സ്റ്റെപ്പ് നമ്പർ 6. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ബി റെസ്പോൺസിബിൾ, ബി ഹോണസ്റ്റ്. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയുമാകട്ടെ, മറ്റുള്ളവരെ പറ്റിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും സ്വയം പറ്റിക്കാതിരിക്കുക. കാരണം ലോകത്തിലെ 800 കോടി ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുറപ്പുള്ളത് നിങ്ങൾ മാത്രമാണ്. ഇതറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. എന്നാലല്ലേ നിങ്ങൾക്ക് അതിൽ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കൂ. ബി ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ, ബി സെൽഫ് ഡിസിപ്ലിൻഡ്. സോ ഈ കംഫർട്ട് സോൺ പൊട്ടിച്ച് വെളിയിൽ വരൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ലോകത്ത് മറ്റാർക്കും സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിയൂ. സെൽഫ് ഡിസിപ്ലിനിലൂടെ ശക്തമായ മനസ്സോടെ മുന്നോട്ട് കുതിക്കൂ. ഓൾ ദി ബെസ്റ്റ്.